ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തമ്പായ്സ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്നത് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോന്ന് വാങ്ങിയ 300 രൂപ താഴെ റേഞ്ച് വരുന്ന 5 കുർത്തകളാണ് കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ലാവൻഡർ കളർ കുർത്തയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ലാവൻഡർ കളർ. അധികം കോമൺ ഒന്നുമല്ല. ഇതില് നിറയെ സീക്വൻസ് വർക്കാണ് വരുന്നത്. നെക്ക് വന്നിട്ട് കോളർ നെക്കാണ്. പക്ഷെ ആ കോളർ ആ ടോപ്പിലങ്ങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ ആണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ്. 3/4 ഒന്നും അല്ല, 3/4 ഒന്നും അല്ല, ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവ് ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. അതിന്റെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു പഫ് അത്രേ ഉള്ളൂ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഓർഗൻസ ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പോളിസ്റ്റർ മാതിരിയുള്ള ഒരു ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ലാത്ത ഫാബ്രിക് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 277 രൂപയാണ്. 277 രൂപയ്ക്ക് നല്ല വർത്താണ് ഈ കുർത്തി. ഇതിന്റെ ടോപ്പിന്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗം ട്രാൻസ്പെറന്റ് ആണ്. ബാക്ക് വശത്ത് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല, സെയിം വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഇട്ട് വരുമ്പം ഇങ്ങനെയാണ്. ഞാനിത് സ്മോൾ സൈസ് എടുത്തത്, പക്ഷെ എനിക്കിത് കുറച്ച് ടൈറ്റ് ആണ്. സ്ലിറ്റിന്റെ ഭാഗമൊക്കെ ഉണ്ടോ, ഭയങ്കര ടൈറ്റ് ആണ്. അപ്പൊ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു സൈസ് കൂടെ മുകളിലോട്ട് എടുക്കുന്നുണ്ട്. ലാവൻഡർ കളർ പാന്റിന്റെ കൂടി ഷോളിന്റെ കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത കുർത്ത വന്നിട്ട് ഒരു വൈറ്റ് കളറിൽ, അത് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് കളറിൽ മൾട്ടി കളർ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കുർത്തയാണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഷർട്ട് ടൈപ്പുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു അത്യാവശ്യം നല്ലൊരു അടിപൊളി കുർത്തയാണ്. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. മെറ്റീരിയൽ റയോൺ ആണ് അവർ പറയുന്നത്, പക്ഷെ കുറച്ച് കോട്ടൺ മിക്സും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒരു അത്യാവശ്യം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോലും ഇത് ഓക്കെയാണ്. ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടോപ്പിന്റെ സെന്റർ പോർഷനിലെല്ലാം ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവ് ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവിന്റെ അറ്റത്തും ഇതുപോലെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തേക്കുന്ന കളേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ച കളറിന്റെ വെറൈറ്റികളാണ്. ലെമൺ ഗ്രീനും പിന്നെ ഒലി ഗ്രീന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ടോപ്പിന്റെ സെന്റർ പോർഷനിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എ ലൈൻ ആണ്. അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പ് തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് 235 രൂപയായിരുന്നേ. 235 രൂപയ്ക്ക് കുർത്ത എന്തായാലും വർത്താണ്. നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഒത്തിരി ഭംഗിയില്ലാത്തൊരു കുർത്തയ്ക്ക് തന്നെ 500 മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇത് ഇട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതും ഞാൻ സ്മോൾ സൈസ് ആണ് എടുത്തിട്ടുള്ളത്. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. ഭയങ്കര ടൈറ്റ് ഒന്നുമല്ല, എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണിത്. അപ്പൊ നമുക്ക് വന്നിട്ട് ഇനി അടുത്ത കുർത്ത എങ്ങനെയാണെന്ന് നോക്കാം. ഇതും വന്നിട്ട് ഒരു എ ലൈൻ കുർത്തയാണ്. ഇതിന്റെ കളർ വന്നിട്ട് അവര് പറഞ്ഞേക്കുന്നത് ഗ്രീൻ ആണ്, പക്ഷെ എനിക്ക് ഗ്രീൻ ആയിട്ട് തോന്നുന്നില്ല. ഇത് ഒരു പൊന്മാൻ നീല കളറായിട്ടാ എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നല്ല, ആണ് പൊന്മാൻ നീല കളർ ആണ്. അപ്പം ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഓർഗൻസയാണ്. അതില് ഒരു ഒരു പോളിസ്റ്റർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് വന്നിട്ട് അതിന്റെ താഴേക്കൊരു വി കൊടുത്തിട്ടുണ്ട്. ഇതില് വൈറ്റ് കളറ് എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. എന്റെ നാക്കിടക്ക് ഉടക്കുന്നുണ്ട്, സോറി. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ്. പിന്നെ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ കുർത്തയില്ലേ, അതിന്റെ പോലെ ഏകദേശം സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിന് സ്ലിറ്റഡ് ആണ്. പിന്നെ സ്ലിറ്റതുപോലെ തന്നെ അടിഭാഗത്ത് ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടില്ല. കുറച്ച് ഭാഗം നിഴലിൽ കാണാൻ പറ്റും. എനിക്ക് പക്ഷെ ഈ കുർത്ത ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇതിന്റെ ബാക്ക് വശം കണ്ടോ, പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഇട്ട് വരുമ്പം ഇങ്ങനെ ഇരിക്കും. എനിക്കിതൊട്ടും ചേരുന്നതായിട്ട് തോന്നുന്നില്ലായിരുന്നേ.
സ്ലീവ് കുറച്ച് ലൂസാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 297 രൂപയാണ്. ഞാൻ എടുത്തതിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഇതിനാന്ന് തോന്നുന്നു. പക്ഷെ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത. കറങ്ങി ഇപ്പൊ വീണേനെ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്ത കുർത്ത വന്നിട്ട് ഒരു ആലിയക്കട്ട് കുർത്തയാണേ. എനിക്ക് ആലിയക്കട്ട് കുർത്തസ് ഇറങ്ങിയ സമയത്ത് എനിക്കത് ഇഷ്ടമേ അല്ലായിരുന്നു. ഇപ്പൊ അതിന്റെ ട്രെൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അത് ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. എന്നെ പോലെ ഇങ്ങനെ ട്രെൻഡ് കഴിഞ്ഞപ്പം അത് ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവര് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് കുർത്ത നോക്കാം. ഇതിന്റെ നെക്ക് വന്നിട്ട് വി നെക്ക് വന്നിട്ട് സെൻട്രൽ പോർഷനിൽ ഒരു കട്ടിങ് കണ്ടോ, ആ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിന്റെ പോർഷനിലും ആ ഞൊറി ഇരിക്കുന്ന പോർഷനിലും എല്ലാം എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറൽ പ്രിന്റ് ആണ്. ഫ്ലോറൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, വൈറ്റ്, ആഷ് കളർ എല്ലാം കൂടെ മിക്സ് ആയി വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. അടിപൊളിയാണ് ഈ കുർത്ത കാണാനെ. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ അറ്റത്തും ആ നെക്കിലെയും ഒക്കെ കൊടുത്തേക്കുന്ന എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലിറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ഫ്രണ്ട് വശത്ത് നിറയെ ഞുറ് കൊടുത്തേക്കുന്നതുകൊണ്ട് കുറച്ച് ഫ്രണ്ട് നല്ല ഫ്ലെയർഡ് ആണ്. അപ്പൊ വയറൊക്കെ ഉള്ളവർ ഇട്ടാലും അറിയത്തില്ല. ബാക്ക് വശത്തും ഇതുപോലെ ഞൊറി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് 292 രൂപയായിരുന്നേ. ഇത് ഇട്ട് വരുമ്പോ ഇങ്ങനെയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ ആണ്. അടിപൊളിയായിട്ടുണ്ട്. എനിക്കിത് കറക്റ്റ് ഫിറ്റ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. റയോൺ ആണെന്ന് പറഞ്ഞാൽ പോലും നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് റയോൺ ആണ്. ഡെയിലി യൂസിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം ഇതിന്റെയൊക്കെ ലിങ്ക് വേണ്ടവർ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് അടുത്ത കുർത്ത നോക്കാം. അടുത്തത് വന്നിട്ട് ഒരു പ്ലെയിൻ ബ്ലാക്ക് കുർത്തയാണ്. ഇതിന്റെ നെക്കിലും സ്ലീവിലും ടോപ്പിന്റെ താഴെ മാത്രം കുറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്ക് വന്നിട്ട് വി നെക്കാണ്. ആ വി നെക്കിന്റെ ഭാഗത്ത് വൈറ്റ് കളർ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണെങ്കിൽ പോലും ഈ കുർത്തയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുർത്തയാണ്. ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. ഇത് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന്റെ റേറ്റ് വന്നിട്ട് 238 രൂപയായിരുന്നേ. സ്ലിറ്റഡ് ആണ്. എ ലൈൻ ടൈപ്പ്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആണ്. അപ്പൊ ഇത് ഇട്ട് വരുമ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ ആയതുകൊണ്ടായിരിക്കും എനിക്കിത് കുറച്ച് ഫിറ്റ് ആണ്. അപ്പം ലിങ്ക് വേണ്ടവര് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.